നിങ്ങൾ അറിഞ്ഞോ? വേറെ ന്യൂസ് കണ്ടോ? എന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കൂട്ടരാജി അതിനെ പറ്റിയിട്ടൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, അറിയത്തില്ല എന്നല്ല. നമുക്ക് വരും വഴിയെ നോക്കാം. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലേ, എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ ജൂനിയറാണ്. ഇപ്പോൾ ഗണേശേട്ടനാണ് ഞങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇപ്പോൾ സീനിയറായിട്ട് ഈ അഡോ കമ്മിറ്റിയിൽ നിൽക്കുന്ന ആൾ. അദ്ദേഹത്തിന് ഈ ഒരു സംഘടന തുടങ്ങിയ കാലം മുതലേ പ്രവർത്തിച്ചുള്ള ഒരു ശീലമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിലാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസമുള്ളതും, എല്ലാവർക്കും, എല്ലാ മെമ്പേഴ്സിനും പൂർണ്ണ വിശ്വാസമുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഉള്ള പോരായ്മകൾ നികത്തി എത്രയും വേഗം തിരിച്ച് പഴയ പോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആ ഒരു കാലത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം. മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും. പിന്നെ നമ്മുടെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള പിഷാരടി ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ബാക്കി എല്ലാം. ഇപ്പോൾ ഈ അഡോ കമ്മിറ്റിയിലുള്ള 9 പേരെന്ന് വെച്ചാൽ 9ാമത്തെ ആൾ ഞാനാണ്. ബാക്കി എല്ലാവരെയും എക്സ്പീരിയൻസ് ഉള്ളവരുമാണ്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിക്കും, മാക്സിമം ശ്രമിക്കും. അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. ചേച്ചി ലക്ഷ്മിപ്രിയ ഇങ്ങനെ അമ്മ സംഘടനയിൽ നിന്ന് ഇറങ്ങി റിസൈൻ ചെയ്ത് ഇറങ്ങിയെന്ന് ശരിക്കും പറയാനുള്ളത് ഒന്നും പറയാനില്ല. അത് സംഘടനയ്ക്കുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ അവിടെ തന്നെ സോൾവ് ചെയ്യേണ്ടതായിരുന്നു. ഒരു പരിധി കൂടുതൽ അത് അവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് പുറത്തേക്ക് വന്നു. നിങ്ങളിപ്പോൾ ഉള്ളവർ അത് ഏറ്റെടുത്തു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ സോൾവ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ആദ്യം പുറത്ത് വന്നിട്ടല്ലല്ലോ പുറത്തേക്ക് വരുന്നു. ഓക്കെ. വൈറ്റ് പറഞ്ഞു അൻസിബയ്ക്ക് നീതി കിട്ടി എന്നൊരു സംഭവം. അത് യഥാർത്ഥത്തിൽ അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അത് സംഘടനയുടെ ഉള്ളിൽ തന്നെ പറഞ്ഞ് അവിടെ തന്നെ സോൾവ് ചെയ്യേണ്ടതായിരുന്നു. അതവിടെ സോൾവ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ വന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കുമല്ലോ, ന്യൂസിൽ കണ്ട പോലെ തന്നെ നമുക്ക് റിപ്പോർട്ടിന് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ താൽക്കാലിക കമ്മിറ്റീനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ള ഒരു ഇതില്ല. വിഷയം കൊണ്ടല്ല ഈ രാജ്യം കാര്യങ്ങളും വന്നിരിക്കുന്നത്, അതുകൊണ്ട് മാത്രമല്ല കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും പറയാൻ ഇപ്പൊ ഞാൻ ആളല്ല. എനിക്ക് അതിനെപ്പറ്റി അതാ ഞാൻ പറഞ്ഞത്, സംഘടനയ്ക്കുള്ളിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ അവിടെ തന്നെ സംസാരിച്ച് തീർക്കുക. ഞങ്ങളെ ഇപ്പോൾ ഈ അഡോ കമ്മിറ്റീനെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉണ്ടായ പോരായ്മകൾ നികത്തി പണ്ട് നല്ല ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു അസോസിയേഷനിൽ ഇപ്പോൾ ഈ പൊട്ടലും ചീറ്റലൊക്കെ തുടങ്ങിയിട്ട് ഒരു 2 വർഷം ഒക്കെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 1.5 വർഷമേ ആയിട്ടുള്ളൂ. അതിന് മുൻപ് എന്ത് സുഗമമായിട്ട് നടന്നിരുന്ന ഒരു അസോസിയേഷനാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ പ്രവർത്തനം പോലെ തന്നെ തിരിച്ച് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗണേശനെ പോലെയുള്ള നല്ല കെൽപ്പുള്ള ആൾക്കാർ വീണ്ടും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരമാണ് അദ്ദേഹത്തിനെ ഈ ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച്, നയിക്കുന്നതനുസരിച്ച്. പിഷാരടി എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എല്ലാവരും, എൻ്റെ വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇതൊരു നല്ല ടീമാണ്. അപ്പോൾ അവരോടൊപ്പം ഒരു ജൂനിയറായ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എന്നെ പറ്റിയുള്ള എനിക്കുള്ളൊരു സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, ഗണേശേട്ടനൊക്കെ ഈ അസോസിയേഷൻ തുടങ്ങിയ കാലം മുതൽ ഉണ്ടായിരുന്ന അംഗങ്ങളിൽ ഒരാളാണ്. കാരണം ഈ ഒരു അസോസിയേഷൻ തുടങ്ങാൻ കാരണക്കാരായ ഒരാളാണ് ഗണേശേട്ടനൊക്കെ. പിന്നെ പിഷാരടി വളരെ ഇന്ന് കാണുന്ന പിഷാരടി ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് പിഷാരടീനെ അറിയാണ്ട് നല്ലൊരു സഹപ്രവർത്തകനാണ്, ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവരെല്ലാവരും അപ്പോൾ കുറച്ചുകൂടെ ഫ്രീ, ഷാജോൻ ചേട്ടൻ. അപ്പോൾ അവരോടൊപ്പം കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. അവിടെ ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾ ഞാനായിരിക്കും, പക്ഷേ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഇവരോടൊപ്പം ഇവർ പറയുന്നതനുസരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യും. പിഷാരടി ഇലക്ഷൻ ടൈമിൽ പറഞ്ഞിരുന്നു ഇനി സിനിമയിലേക്കോ സംഘടനാ പ്രവർത്തനങ്ങളിലേക്കോ ഒന്നും ഇല്ല, പൂർണ്ണമായിട്ട് പാലക്കാട്ടിലെ ജനങ്ങളുടെ പാടങ്ങളിൽ. അപ്പോൾ വീണ്ടും ഒരു സംഘടനയുടെ ചുമതലയിലേക്ക് വരുമോ? പിഷാരടി പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞല്ലോ, അപ്പോൾ അത് പിഷാരടിയോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. എനിക്കറിഞ്ഞൂടാ, എന്നെ ചോദിക്കുന്നത് പോട്ടെ. ഞാന് എന്താ പറ കേക്കട്ടെ. അല്ല, പുള്ളിക്കാരത്ത് ഉന്നയിച്ച കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടിയിട്ട് കാണുമല്ലോ. നമുക്കല്ലല്ലോ അറിയുന്നത്, അത് ആ കുട്ടിക്ക് തന്നെയല്ലേ കറക്റ്റായിട്ട് അറിയാവുന്നത്. നമ്മൾ പുറമേ എല്ലാം നോക്കി കാണുന്ന ആളാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയാൻ അറിയത്തില്ല. എനിക്ക് ആകെ ഒരു അഭിപ്രായമുള്ള, ഞാൻ ഇതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സംഘടനക്കുള്ളിലുണ്ടായ പ്രശ്നങ്ങൾ അവിടെ തന്നെ അന്ന് അവസാനിപ്പിക്കാമായിരുന്നു. അതുകൂടി പെരുപ്പിച്ച് ഇത്ര വലുതാക്കണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേച്ചി വിടാൻ ഉദ്ദേശം ഒരു കാര്യം ന്യൂസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ അമ്മ കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയ പലരും പറഞ്ഞത് ശരിയാണ്, ചിലവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അമ്മ അസോസിയേഷൻ. അങ്ങനെയൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല കാര്യപ്രാപ്തി ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ ഏത് സംഘടനയുടെ തലപ്പത്ത് വരുമ്പോഴും
നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ഈ അസോസിയേഷൻ അല്ല, എല്ലാ അസോസിയേഷനും അല്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്താൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, അതാരാണേലും. അത്രയേ ഉള്ളൂ. ഓക്കെ.